പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ക്രൈസിസ് സമയത്ത് കടത്തിൽ കളിക്കരുത്. കടം വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടത്തിന് കച്ചവടം നടത്താതിരിക്കാൻ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് പ്രോത്സാഹിപ്പിക്കരുത് ഒരു സാഹചര്യത്തിൽ. പരമാവധി ലിക്വിഡ് ഫണ്ടിൽ ബിസിനസ് ചെയ്യാം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഗൾഫ് മേഖലയിൽ നല്ല ക്രൈസിസ് ഉണ്ട്. പണത്തിന്റെ മൊബിലൈസേഷൻ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ലിക്വിഡ് ഫണ്ടിന്റെ മൊബിലൈസേഷൻ വളരെ കുറവാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് ചിലപ്പോൾ കച്ചവടം കുറവുള്ള സാധനത്തിന് വരെ എൻക്വയറി ഉണ്ടാവും. ആളുകൾ ചോദിക്കും. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് കൂടുമ്പോൾ ചോദിക്കുന്നതല്ലേ, പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ സാഹചര്യത്തിൽ കച്ചവടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ക്രെഡിറ്റിന് ആരും എന്ത് ചെയ്യരുത്, ബിസിനസ് ചെയ്ത്. നിങ്ങൾ ക്യാഷിന് എത്ര വേണമെങ്കിലും എന്ത് ചെയ്തോളൂ, ചെയ്തോളൂ. അല്ലെങ്കിൽ റെഡി പേയ്മെന്റിന്, ട്രാൻസ്ഫർ ആയാലും എന്തിനും റെഡി പേയ്മെന്റിന് വേണ്ടി ചെയ്തോളൂ. ഇതില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആളുകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മളെ പ്രോഡക്റ്റ് അവർക്ക് കൊടുത്താൽ അവരത് ക്യാഷിന് വെച്ചിട്ട് എന്ത് ചെയ്യും, പൈസയാക്കും. അവർ ഇനി ക്രെഡിറ്റ്സ് വിറ്റിട്ട് ഒരു പൈസ കിട്ടുന്ന സമയത്ത് ആകുമ്പോഴേക്കും അവർക്ക് ഒരുപാട് ബാധ്യതകൾ എന്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, പ്രയോറിറ്റി. അധികം ആളുകളും ചെയ്യുന്നൊരു വിഡിത്തരമാണിത്. പണം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരാണ്, അവരെ സെറ്റിൽ ചെയ്യും. എന്റെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ അതിന്റെ സ്റ്റോക്കിലേക്ക് തന്നെ ഫണ്ട് ഇടുക. എന്നാലും എനിക്ക് അതിന് ഇപ്പൊ ചെയ്ത പോലെ ബിസിനസ് ചെയ്ത് പ്രോഫിറ്റിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കടം വീട്ടുക എന്നുള്ളതല്ല. നമുക്ക് വരുന്ന മുതലടക്കം എടുത്തിട്ട് എന്ത് ചെയ്യും, പല ആൾക്കാരും റോൾ ചെയ്യും, കടം വീട്ടും, നിലവിലെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, തീർക്കും. നിങ്ങളുടെ ഫണ്ട് അവിടെ എന്ത് ചെയ്യും, കിടക്കും. നിങ്ങൾ ഓൾറെഡി നല്ല ബുദ്ധിമുട്ടിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്. അതിനിടയിലായിരിക്കും ഇപ്പോൾ ബിസിനസ്സിന് ഇപ്പോൾ കടത്തിനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൊടുത്തിട്ടുണ്ടാവും. അപ്പം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് ബിസിനസ് ആണെങ്കിലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നല്ല ക്രൈസിസ് ഉള്ള സമയമാണ്, ഫണ്ടിന്റെ മൊബിലൈസേഷൻ കുറവാണ് എന്ന ഫാക്ടർ മുന്നിൽ നിൽക്കുന്ന ഏത് സമയമായിക്കോട്ടെ, അപ്പോൾ ക്രെഡിറ്റ് ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കരുത്. മാക്സിമം റെഡി ക്യാഷ് ബിസിനസ്സുകൾ, അഡ്വാൻസ് പേയ്മെന്റുകളൊക്കെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് നമ്മുടെ അടിവേര് തന്നെ അറുത്തിടുന്നതിന് തുല്യമാണ്. നമ്മൾ ഇരിക്കുന്ന കൊമ്പ് തന്നെ വെട്ടിമുറിക്കുന്നതായിരിക്കും. ശ്രദ്ധിക്കുമല്ലോ.